മൊമെന്റ്സ് ആണ്. സിബിൻ എപ്പോഴും സംസാരിക്കുമ്പോ സിബിന്റെ മെമ്മറീസ് എപ്പോഴും ഞങ്ങള് തമ്മിലൊക്കെ സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഇതാണ്. ഞാനിത് ഈ വീഡിയോ എടുത്തിട്ട് ഇവക്ക് അയച്ചു കൊടുത്തത് ഇവള് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ഇനിയും ഒരുപാട് സർപ്രൈസസ് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്കതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു തിയേറ്ററിൽ ഇരുന്നൊക്കെ കൊണ്ട് അത് നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പം അതെ. ഹായ് ആര്യ, വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും. ഈ ഓണം നിങ്ങൾക്ക് ഇരട്ടി മധുരമുള്ളതാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ആവട്ടെ ഇനി മുന്നോട്ടുള്ള ജീവിതവും. ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ ആര്യയുടെ സാന്നിധ്യത്തിൽ തന്നെ സിബിനോടൊരു കാര്യം പറയുകയുണ്ടായി. സിബിന് പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് ആര്യയുടെ മനസ്സിലൂടെ പോയതും സിബിന്റെ മനസ്സിലൂടെ പോയതുമായ ചിന്ത എന്താണെന്നുള്ളത് ഈ സമയത്ത് ഒന്ന് വെളിപ്പെടുത്താമോ? അയ്യോ, അതിന് ഉത്തരം തരണമെങ്കിൽ സനി ചേച്ചിയെ കണ്ടുവച്ച പെണ്ണേതെന്ന് പറയണം. അങ്ങനെയല്ല, പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് ഫോർവേഡ് ചെയ്യാ ചെയ്തത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ കേട്ടില്ല. ഓക്കെ, നീ പറ, നിന്റെ മനസ്സിൽ ആരാ പോയെ? അപ്പൊ നിനക്ക് നെഞ്ചിടിയായിരുന്നോ അതോ നിന്റെ മനസ്സിൽ ഇപ്പൊ ഈ ആൻസർ കേട്ടാ മനസ്സിലാവും നീ ആരെടുത്തൊന്ന് മാറി നിൽക്കണോ? അല്ല, ഇത് പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് കാറി പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഞങ്ങള് വണ്ടി ഓടിച്ച് ഇവിടെ പോകുന്ന സമയത്ത് ചേച്ചി വിളിച്ച് ലൗഡ് സ്പീക്കറിലായത് ചോദിച്ചേ, ആടാ നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന്. എന്റെ മനസ്സിൽ ഓബ്വിയസ്ലി ഇവളെന്നാണ് ഞാൻ അപ്പൊ ചിന്തിച്ചത്. ചേച്ചി അത് തന്നെ. ചേച്ചിക്ക് അറിയായിരുന്നോ ആ കാര്യം? ഇല്ല. പക്ഷെ ചേച്ചിയുടെ മനസ്സിൽ ഇനി വേറെ വല്ല പിള്ളേരും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അപ്പൊ ശരിക്കും നിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ തോന്നിയോ? നിന്നെയാണ് റെഫർ ചെയ്യുന്നത് മനസ്സിലായത്? എന്റെ മനസ്സിൽ ഓബ്വിയസ്ലി അപ്പൊ ആര്യ തന്നെയാ പോയത്. പിന്നെ ബിരിയാണി എങ്ങനെ കിട്ടിയാലും അച്ചാറും ചേർത്ത് ഞാൻ എടാ നല്ല ഒന്നാം തരം ഓണ സദ്യയല്ലേ എടാ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി മാരിഡ് ലൈഫ് മക്കളെ. സിബിനെ ആര്യനെയും ടുഗദർനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, I feel so special. I feel so happy and blessed to witness this. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അവർ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും യുനോ ടു സീ ദം grow together or spend their, to see that togetherness, I feel so blessed. I feel so പീസ്ഫുൾ ആക്ച്വലി. ശരിക്കും ഭയങ്കര സമാധാനമാണ് അവരിങ്ങനെ അടിച്ചും സ്നേഹിച്ചും അവരുടെ ലോകത്തിൽ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ റിയൽ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാണാനായിട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇഫ് യു നോ ഹിം റിയലി വെൽ, അവനൊരു ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, അവനെ കണ്ട അങ്ങനെ പറയാൻ തോന്നത്തില്ല പറഞ്ഞു അവരൊരു. പക്ഷെ ഹീസ് ആക്ച്വലി എ നൈസ് ഗായ്. സോ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഫ്രണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യം അവൻ അറിഞ്ഞു. സത്യം. അപ്പം ആൻഡ് ഐ നോ ആര്യ ഇപ്പം കുറച്ച് നാളായിട്ട്. അപ്പം ഐ നോ ഹെർ അപ്പ് ക്ലോസ്. സോ ആൻഡ് ഒരു എന്താ പറയുക, ആര്യ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഹെർ. ഷീ ഈസ് വെരി റിയൽ. എനിക്കത് ദാറ്റ് ഈസ് വൺ തിങ് ഐ ലവ് അബൌട്ട് ഹെർ. നമ്മൾക്ക് നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ മതി. അല്ലാതെ വി ഡോണ്ട് ഹാവ് ടു ബി ചില ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കംഫർട്ടബിൾ ആയി. ഇപ്പം ഞാൻ സിബിൻ്റെ ഫ്രണ്ടാണ്. സോ അപ്പം ആരെയായിട്ട് കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയം എടുത്തെന്ന് വരാം. പക്ഷെ ഫ്രം ഡേ വൺ വി ആർ. So I'm so happy. I'm so happy to be part of this. I will continue to be part of this. നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നാൽ അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ കാണും. ഇത് ലോകത്തിൽ ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ഒരെണ്ണം ഇനി എടുക്കാൻ കിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് സരോജന. സരോജന ഞാൻ പരിചയപ്പെടുന്ന ഈ പറഞ്ഞ 18 വയസ്സുള്ളപ്പം സരോജ് ഓൾ സയൻസ് കോളേജിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രം.
അപ്പം എല്ലാ പുരുഷന്മാരും ഒന്ന് കാല് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെയിൽ പാളത്തിന്റെ ഇപ്പുറത്ത്. എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. 18 വയസ്സിൽ ഞാൻ അപ്പുറം പോയി. ഏത് മറ്റേ കൊറിയോഗ്രാഫർ? അങ്ങനെ 3 വർഷം കണ്ടിന്യൂസ് കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് സരോജ്. അപ്പൊ സരോജ് പറഞ്ഞ പോലെ എന്താ പറയാ, എന്റെ ലൈഫിലെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എന്റെ കൂടെ സരോജ് ഉണ്ട്. ഇപ്പം ഞാൻ ആരെയും പരിചയപ്പെടുന്നതിന് മുന്നേ ആണെങ്കിൽ എനിക്കിപ്പോ എന്തെങ്കിലും സെന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ആദ്യം അവളെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് ഇരുന്ന് കരയും. അപ്പൊ അവൾ എന്റെ കൂടെ ഇരുന്ന് കരയും. ഇതാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അവൾ കരഞ്ഞ് അവൾ പോട്ടറാന്നൊന്നും പറയൂല, അവളിരുന്ന് കരയും. ഞാൻ ആര്യയുടെ കാര്യം സരുവിന്റെ അടുത്ത് പറയുമ്പോ സരു ആര്യ മീറ്റ് ചെയ്തിട്ടില്ല. Day 1 സരോജ് ആര്യയെ കണ്ട് ഒരു 5 മിനിറ്റ് അല്ലയാ, 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം. ഇവര് ചങ്ക, ഒരു ടീമായി. എന്നിട്ട് എന്റെ അടുത്ത് ഇപ്പുറത്ത് വന്നിട്ട് ഇവള് സെറ്റാണ് ലോക്കി. ഈ സന്തോഷത്തിൽ നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചാലോ? ഹായ് ചേട്ടാ ചേച്ചി, നിങ്ങൾ ഒരുമിച്ച് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ചേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷത്തോടെ കാണുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ്. ചേച്ചി വന്നതിന് ശേഷമാണ് ചേട്ടൻ ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. അതേപോലെ ചേച്ചിയും ഇത്രയും സന്തോഷമായിട്ട് ചേച്ചിയും കാണുന്നത് ചേട്ടൻ ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. യു ബോത്ത് ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ലൈഫിൽ ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചേച്ചി വരുന്നത്. ആ സമയത്ത് ചേച്ചി നിന്നതുപോലെ ചേട്ടൻ്റെ കൂടെ വേറെ ആരും നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സപ്പോർട്ട് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ ചേട്ടൻ്റെ ആ ഫുൾ ചേട്ടൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ചേട്ടൻ്റെ A to Z കാര്യങ്ങൾ അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ നോക്കുമ്പോൾ ചേച്ചി വന്ന് സപ്പോർട്ട് ചെയ്തത് അത്രയും അടിപൊളിയായിട്ടാണ്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ എന്നെക്കാട്ടി നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നുള്ളൂ, അത് ചേച്ചിയാണ്. ആര് ചേച്ചീനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു? എനിക്ക് തോന്നുന്നു ഞാനാണ് ചേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം പറയുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാനത് അല്ലെങ്കിൽ ഞങ്ങളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരട്ടെ. വിഷിംഗ് യു ബോത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. അത് മഹേഷ് എന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു കൂടെ പിറക്കാതെ പോയ അനിയനാണ് മഹേഷ്. എൻ്റെ കൂടെ അവൻ കൂടിയിട്ട് അവന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആവും. എന്റെ സ്വന്തം അനിയനെ പോലെയാണ് അവൻ. ഞാനിങ്ങനെ ബ്രേക്ക് ആവാത്ത ഒരാളാണ്. ഇതിപ്പോ രണ്ടുപേരും നമ്മളോട് കൂടെ കരയേണ്ടി വരില്ല. അപ്പൊ മഹേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ്, ഇമോഷണൽ ആവും. എന്റെ സ്വന്തം അനിയൻ സിജിനെ പോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് മഹേഷ്. സിജിൻ എപ്പോഴും എൻ്റെ കൂടെ ഇല്ല, വീട്ടിലെ അമ്മയുടെ കൂടെ ആണെങ്കിലും മഹേഷ് എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അതായത് ഞങ്ങൾ പ്രൊഫഷണൽ ആണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഡാൻസ് ഞങ്ങൾ കളിക്കാൻ പോയ സ്ഥലത്ത് അവിടെ വെച്ച് എനിക്ക് കിട്ടുന്ന ആളാണ് മഹേഷ്. അന്ന് തൊട്ട് അവൻ കൂടിയതാണ്. പിന്നെ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരാൾ എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ഇവൻ പറഞ്ഞ എനിക്ക് ഇപ്പോഴും പറയുന്നത്, ചേട്ടാ ഞാൻ അയാളെ കൊന്നിട്ട് ജയിലിൽ പോവാം, ചേട്ടാ എൻ്റെ അമ്മയെ നോക്കിയാൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. അത് അവൻ വെറുതെ പറഞ്ഞല്ല, അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അത്രയ്ക്കും സ്നേഹമുള്ള ആളാണ് എൻ്റെ കൂടെ. എല്ലാത്തിനും വിളിക്കേണ്ട താമസമാണ്. എവിടെയാണെങ്കിലും അവൻ വരും. ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ ചോദ്യം ചെയ്യില്ല, അവൻ എൻ്റെ കൂടെ നിൽക്കും. എന്നിട്ട് അത് ലൈക്ക് അവൻ എൻ്റെ കൂടെ നിന്നിട്ട് അവൻ ചിലപ്പോൾ ആ തെറ്റാവാൻ ഏറ്റെടുക്കും. അത്രയ്ക്കും ആത്മാർത്ഥമുള്ള കുറച്ച് വളരെ ഒരാളാണ് മഹേഷ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആര്യയെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറയുന്ന മഹേഷാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് നമ്മുടെ ശംഖുവത്ത് തട്ടുകടയിൽ ദോശ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പുറം ഇപ്പുറം ഇരിക്കുക. അപ്പൊ ഭയങ്കര കഴിച്ചോണ്ടിരുന്നിട്ട് ചേട്ടൻ ഈ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പേടിയുണ്ട് ഇടിയിട്ടുവന്ന്. പക്ഷെ പേടിച്ച് ചേട്ടൻ ആര്യ ചേച്ചിയെ കല്യാണം കഴിച്ചൂടെ? അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയാൽ വിചാരിച്ചു ഞാൻ എല്ലാം പറയുമെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ഈ പ്ലാൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അവന്റെ അടുത്ത് എന്താ നീ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ മനസ്സിലെ റീസൺസ് എന്താണോ അതെല്ലാം അവൻ പറയാൻ തുടങ്ങി. ചേട്ടനെ ഭയങ്കര കീഴിലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതാണ് അവൻ ഉപയോഗിച്ച വാക്ക്, ഹാൻഡിലിങ്. ഞാൻ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞതും ആ കാര്യമാണ്. ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യമാണ്, നിന്നെ ധന്യ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ അവൻ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അങ്ങനെ കിട്ടിയൊരു മുത്താണ് അവൻ. ഞങ്ങളുടെ
മോളുടെ ഏറ്റവും ഫേവറേറ്റ് മാമനൻ മാമിയാണ് അവര്. അവളും ഈ പറയുന്ന ഇവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മെയ്യില് ഞങ്ങളുടെ ആ ഒരു എൻഗേജ്മെന്റ് സെറമണിയിലാണ് സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ അവര് മോളുമായിട്ട് ഇവർക്കുള്ള ഒരു ബോണ്ടിങ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവള് ഇപ്പോഴും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ അവള് പറയും മഹിയങ്ങളുടെ വീട്ടിൽ വിട്ടാ മതി, ഞാൻ അവിടെ നിന്നു. ധന്യ അത് തന്നെ പറഞ്ഞ ഞങ്ങള് ഇപ്പൊ ധന്യ പറയായിരുന്നു ഈ അടുത്ത് ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും വീടിന്റെ അടുത്തിട്ട് ഫ്ലാറ്റ് എടുത്ത് മാറാം, അപ്പൊ ചേട്ടൻ ചേച്ചിക്ക് ഷൂട്ടിന് മുമ്പ് പോവാല്ലോ, കുശിന് ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല. അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ ചെറുക്കൻ ഇത്രയും നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ വിടില്ല നമ്മൾ. എനിക്ക് അത്രയ്ക്ക് നമ്മളെ ആ കാര്യത്തിൽ ഞാൻ കുറച്ചധികം സെൽഫിഷ് ആയതാണ് ഇന്ന് എന്റെ ഭർത്താവായിട്ട്. അപ്പം ഞങ്ങൾ കുറെ വർഷം വെയിറ്റ് ചെയ്തിരുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ കുഞ്ഞനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താ പറയാ, ഇപ്പം ഈ വർഷം അവരുടെ ഫസ്റ്റ് ഓണമാണ് വരുന്നത്. നമ്മളുടെ കുഞ്ഞനിയത്തി നമുക്കൊരു അടിപൊളി അളിയനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ സിബിൻ അളിയനും ആര്യയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ഓണാശംസകളും. അയ്യോ അവളുടെ ഊഴം. ആരാ മച്ചാ ഇത്? ആര്യ? അതായത് ഇവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് വഴി ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയ ഫ്രണ്ട്സ് ആണ് ഇവരെ രണ്ടുപേരും. ബട്ട് മോർ ദാൻ ഫ്രണ്ട്സ്, രശ്മി, വരുൺ ഇസ് മോർ ലൈക്ക് എന്റെ ബ്രദർ. എനിക്കൊരു ബ്രദർ ഇല്ല എന്നുള്ള കുറവ് മൊത്തത്തിൽ നികത്തിയത് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ട് വരുണാണ്. അതുപോലെ രശ്മി ഈസ് ലൈക്ക് മൈ സോൾ സിസ്റ്റർ. ഇപ്പം മഹേഷിന്റെ കേസ് സിബിൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോടാന്ന് പറഞ്ഞാൽ വരുൺ വിൽ ഡു ദാറ്റ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. എനിക്കത് എങ്ങനെ പറയണം എന്നറിയില്ല. ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് എന്തെങ്കിലും എന്നെ ഇവര് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതില് ഞാൻ തന്നെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇവരുടെ അനിയത്തി ആയിരുന്നെങ്കിൽ ഇൻ റിയൽ എന്ന്. പക്ഷെ അങ്ങനെയല്ല, അനിയത്തി തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഞങ്ങള് ഒരു റൂഫിന്റെ അടിയിൽ താമസിക്കുന്നില്ല എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. നോ മാറ്റർ വാട്ട്, എനിക്ക് എൻ്റെ എല്ലാ ഹാപ്പിനെസ്സിലും എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ സ്ട്രഗിൾ ചെയ്ത പീരീഡിലും ഒക്കെ എന്നെ പിടിച്ചു കൊണ്ടുവന്നത് ഇവരെ രണ്ടുപേരും എനിക്ക് ആദ്യമേ, ഞാൻ കുറച്ച് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്, ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഇവർ രണ്ടുപേരും ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നു. അതായത് ഞാൻ ആര്യയുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലായിരുന്ന സമയത്ത് എനിക്ക് ഇവർ രണ്ടുപേരും അത്ര ഒരു, ബിക്കോസ് ഇവരെ കുറിച്ചുള്ള ഒരു നമ്മുടെ ഒരു അസസ്മെന്റും പരിപാടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന രീതികളൊക്കെ വെച്ചിട്ടായിരിക്കും ബാക്കി പലരും. എനിക്ക് ഇവരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവരെ അടുത്തറിയുന്നത്, അടുത്ത് മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി ഞാൻ ആര്യെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് രശ്മി ചേച്ചി. എൻ്റെ അടുത്ത് അത് രശ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാരാഗ്രഹവാസം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ കാരാഗ്രഹത്തിലാണല്ലോ എൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഒരു ദിവസം, എടാ നീ അവളെ കല്യാണം കഴിക്കടാ, നീ നിനക്ക് അവളെ കല്യാണം വളരെ ഫ്രാങ്ക് ആയിട്ട് മുഖത്ത് ഇവിടെ ഇരിക്കുമ്പോഴാണ് നിനക്കൊന്ന് ആര്യനെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ സെറ്റാ, ഞങ്ങൾ അറോയിലിരിക്കുന്ന സമയത്ത്. അതെ, അപ്പൊ സിബിൻ പറഞ്ഞു ഇവള് ഓക്കെ ആണെങ്കിൽ ഞാൻ കെട്ടിക്കോ. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആര്യനെ ഇവര് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം. എന്ന് വെച്ചാൽ ആര്യക്ക് ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ആര്യയുടെ ഒരു ഡൗൺ ടൈമിലോ ഇവര് ഭയങ്കര, ഈ വരുൺ ബറോയൊക്കെ ഉണ്ടല്ലോ ചത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, അയാൾ ചത്ത് നിൽക്കും അവർക്ക് വേണ്ടിയിട്ട്. രശ്മി ചേച്ചി ആണെങ്കിലും അന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ടൈമിൽ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റാണ്, ഉറച്ചെന്ന് അറിഞ്ഞപ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അയാൾ വിതുമ്പിയത് ഞാൻ കേട്ട്. അയാളുടെ നെഞ്ചിങ്ങനെ ഒരു വിതുമ്പല് എന്ന് വെച്ചാൽ, അതായത് ഫൈനലി ആ ഒരു സാധനം അവസാനം അത് നടന്നടാ അന്നുള്ളൊരു സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരുന്നു. സുഖമാണല്ലോ മക്കളെ? സുഖമാണല്ലോ. ശിവൻജി പോകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ. ഞങ്ങളുടെ ഫാമിലി എല്ലാം ഹാപ്പിയാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരും ഹാപ്പിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മോനോട് ആര്യയെയും ഖുഷിയെയും പ്രയാനെയും നല്ലവണ്ണം നോക്കണം മക്കളെ, 3 പേരെയും.
മോൻ നോക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്നാലും പപ്പ പറഞ്ഞതേ ഉള്ളൂ. ദൈവം നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ഇരിക്കുന്നതൊക്കെ കോമഡി. അത് എന്റെ മമ്മി പപ്പ അനിയനാണ്. ബെഞ്ചമിനും ബെൻസനും ലിസിയും. സിജിന് ഞങ്ങള് വിളിക്കും വീട്ടില്. അവര് സിജിന് ഇപ്പം പുറത്ത് നാട്ടിലുണ്ട്. സത്യം പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും അനിയനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്റെ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്നല്ല, സെറ്റിൽ ആവുക എന്നുള്ളത്. ഒന്ന് നന്നായിട്ട് നല്ലൊരു പാർട്ണറിനെ കിട്ടി സെറ്റിലായി ജീവിക്കണം അവൻ ഇനി അതിനുള്ള സമയം. സിജിൻ ആക്ച്വലി ഒരു ദിവസം എന്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, സിജിൻ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട്. നീന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ വീട്ടിലുണ്ട്, നീ വാ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഒന്ന് എന്റെ അടുത്ത് ചെയറൊക്കെ വലിച്ചിട്ടിരുന്നിട്ട് പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇങ്ങനെ ചെയറിട്ട് മാസിലിരുന്നിട്ട് കരയാൻ തുടങ്ങി. എന്താ കാര്യം പറ? അത് നീ ഒരു കല്യാണം കഴിക്കണേ ഞാൻ പറഞ്ഞു കേട്ടാം, ഓക്കെ, ഇങ്ങനെ നടന്നാൻ പറ്റൂല. ഞാൻ പറഞ്ഞു എന്താണ്, നീ ഇങ്ങനെ ഒറ്റത്തട്ടിയായിട്ട് നടന്നാൽ ശരിയാവൂല, മര്യാദയ്ക്ക് ഒരു കല്യാണം കഴിക്കണം. പിന്നെ അണ്ണയായി. അണ്ണ അങ്ങനെ മര്യാദയ്ക്ക് നിങ്ങൾ കല്യാണം എനിക്ക് ഇച്ചിരി പ്രൗഡായിട്ടൊക്കെ നിൽക്കണം, നിങ്ങളിങ്ങനെ ഒറ്റത്തടി ആവരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം അപ്പൊ അവൻ അറിഞ്ഞ സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾക്കാരിലുള്ള അവനാണ്. എല്ലാം കൊണ്ടും അവൻ മമ്മി പപ്പയൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ. എനിക്കിതിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താ അറിയോ, ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ സിബിന് സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പം ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അപ്പം എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് ചോദിക്കാ, ഞങ്ങളെ ഓണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്തിരുന്നു, ഇപ്പൊ ഓക്കെ അല്ലേ, ഇതെല്ലാം ഓക്കെ അല്ലേ? ഓണത്തിന് വേണ്ടിയാണ് മമ്മി ആ സെറ്റ് സാരിയും ഓണം എപ്പിസോഡ് ആയത് ഇതിന് വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്തിരുന്ന് എടുത്ത വീഡിയോ ആണത്. അങ്ങനെയൊന്നും അതാണ് അതിലെ കാര്യം. Hi everyone, I'm Kushi, ആര്യന്റെ സിബിന്റെ ഡോട്ടറാണ്. ഡാഡി എന്റെ ടോപ്പ് 1 ഫേവറേറ്റ് ആണ്. മമ്മീനെക്കാൾ വെച്ചിട്ട് ടോപ്പ് എന്ന് പറയാം. Oh my God. No hard feelings. ആൻഡ് പണ്ടേ ഫേവറേറ്റ് ആയിരുന്നു, ഇപ്പോഴും ഫേവറേറ്റാ. കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഐ വാസ് ഹാപ്പി ആൻഡ് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. സോ പക്ഷെ ആഗ്രഹം ഉണ്ടായി, ലൈക്ക് തോട്ട്സ് ഉണ്ടായി, വാട്ട് ഇഫ് ഹി വാസ് മൈ ഡാഡ് എന്നൊക്കെ. ആൻഡ് യാ, ഭയങ്കര സപ്പോർട്ടീവ്, കെയറിങ് ആൻഡ് ലവിങ് ഒക്കെയാണ്. ആൻഡ് എപ്പോഴും കൂടെ നിൽക്കും, പിന്നെ നന്നായി താറ്റും. ഞാൻ ഇങ്ങോട്ടും താറ്റും. ട്രെയിനിങ് തരുമോ? കൊറേ ഉണ്ട് പറയാൻ, ബട്ട് ഇപ്പോഴത്തേക്ക് ഇത്രയും പറയുന്നു. ഓ ഖുഷി എന്താ പറയാൻ, ഖുഷി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഖുഷിനെ കുറിച്ച് എന്ത് പറയാനാ, ഖുഷി മൈ ഡോട്ടർ. പിന്നെ ഞാൻ താറ്റു എന്ന് പറഞ്ഞത് സ്ട്രോങ് ആക്കിയാണോ ഖുഷി? പിന്നെ കേട്ടല്ലോ അല്ലേ, ഞാനാണ് ഫേവറേറ്റ് പടി മേളിൽ. എനിക്കിതിൽ അതിശയൊന്നും ഇല്ല പറയുന്നതല്ലേ. പണ്ടേ ഇവളുടെ ഫേവറേറ്റ് സിബിൻ തന്നെയാണ്. ലൈക്ക് ഇവര് തമ്മിൽ, ഇപ്പൊ ഞങ്ങള് തമ്മില്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവളുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ്. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്റെ ഫ്രണ്ട് സർക്കിൾ ആണ് അവളുടെയും ഫ്രണ്ട് സർക്കിൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ഞാനും സിബിനും ഭയങ്കര ഫ്രണ്ട്സ് ആയി. ആ ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങൾ തമ്മിൽ വന്ന ടൈമിലാണ് ഖുഷിയും സിബിനുമായിട്ട് ഭയങ്കര ക്ലോസ് ആവുന്നത്. ഇവൻച്വലി അവരങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. എന്റെ അടുത്തും പോലും പിന്നെ സംസാരിക്കില്ല. ഇവര് തമ്മിലാണ് ഫുള്ള് കമ്മ്യൂണിക്കേഷൻ. സ്കൂളിലെ കാര്യമാണെങ്കിലും എനിക്കറിയില്ല ഖുഷിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന്, ഇവനെ അറിയാം. ബെസ്റ്റ് ഫ്രണ്ട്സ് ആര്, ടീച്ചേഴ്സ് ആര്, ഇതൊന്നും എന്നോടൊന്നും ഷെയർ ചെയ്യില്ല. എല്ലാം അന്നേ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ഡിസ്കഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. നാച്ചുറലി ആ ബോണ്ടിങ് അങ്ങനെ. അതാണ് എനിക്ക് തോന്നുന്നു, അതായിരിക്കും കുഞ്ഞ് പറഞ്ഞത്, ആഗ്രഹിച്ചിരുന്നു ഡാഡി ആയിരുന്നെങ്കിൽ എന്നുള്ളത്. പ്രോബബ്ലി അത് നിങ്ങളുടെ തീരുമാനം ഏറ്റവും ചെയ്തതേ നിങ്ങളെ കാട്ടി ആ കുഞ്ഞിനാണ്. ഭയങ്കര ഹാപ്പിയാണ് മോള്. ഹായ് മമ്മി, ഹാപ്പി ഓണം. മമ്മീന്റെ ഡാഡിന്റെ എന്റെ ആദ്യത്തെ ഓണാണ്, അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ. സോ ആദ്യത്തെ ഓണായിട്ട് നമ്മൾ എന്താ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഇനി വരുന്ന ഓണം എല്ലാം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കണ്ടേ? ഓക്കെ, ബൈ, ലവ് യു.
ഞങ്ങളുടെ കൊച്ചിനൊരു കുഴപ്പമുണ്ട്, ഇച്ചിരി ഇൻട്രോവേർട്ട് ആണ്. ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ പൊതുവേ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഡാഡിക്ക് വേണ്ടി നമുക്ക് ഓണം ഷോയ്ക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴിപ്പം സിബിൻ എടുപ്പിച്ച വീഡിയോ ഇല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ സാധനം. പിന്നെ ഞാൻ ഇരുന്ന് ഒരു അരമണിക്കൂർ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ അങ്ങനെയല്ല, നമ്മളിത് ഡാഡിക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. സോ ഡാഡിനെ കുറിച്ച് എന്താ ഫീൽ ചെയ്യണമെന്ന് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്താണ് മമ്മിയും ഡാഡിയും കല്യാണം കഴിച്ചില്ലേ ഇപ്പൊ, അപ്പൊ വാട്ട് ഡു യു ഫീൽ അബൌട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു അരമണിക്കൂർ ക്ലാസ് കൊടുത്ത് കുറച്ചു നേരം മറ്റേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ഓക്കെ നൗ ഐ എം റെഡി എന്ന് പറഞ്ഞിട്ടാണ്. അതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, എല്ലാം തനിയെ പറഞ്ഞതാണ്. അല്ലെങ്കിലും അപ്പനെ കുറിച്ച് പറയുമ്പോ 100 നാവാണ്. അത് ഞാൻ എങ്ങനെ പറയും, നീ എന്നെ അത് പറയട്ടെ. പറയുമ്പോ ഭയങ്കര മറ്റിങ്ങനെ ഉള്ളിന്നാണ് സംസാരിക്കണത്. മമ്മിയെ കുറിച്ച് മമ്മി ഹാപ്പി ഓണം എന്നൊക്കെ.